നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നമ്മളെ സ്കിന്നിലുണ്ടല്ലോ എത്ര പ്രായം ചെന്നാലും സ്കിന്നിന് ചുളിവുകൾ വീഴത്തില്ല കേട്ടോ. നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഇതുപോലെ രാത്രി തേച്ചിട്ട് മസാജ് ചെയ്തിട്ട് കിടന്നാൽ സ്കിന്നിലോട്ട് വലിഞ്ഞു വലിഞ്ഞു പോകും. നമ്മളിത് ഫേസ് തേച്ചിട്ടൊന്നും പോലെ തോന്നത്തില്ല കേട്ടോ. സ്കിന്ന് നല്ല മുറുക്കം കിട്ടും, ടൈറ്റ് ആയിട്ടിരിക്കും. ആൻറ്റി ഏജിങ് ആയിട്ട് യൂസ് ചെയ്യാം. പ്രായം ചെല്ലണമെന്നൊന്നുമില്ല. നിങ്ങൾ പ്രായം കുറഞ്ഞ പിള്ളേർക്കൊക്കെ തേക്കാം കേട്ടോ. സ്കിൻ ഡ്രൈ ആവാതിരിക്കും, നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നല്ല കൊറിയൻ സ്കിന്നായിട്ടിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോ, ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അലോവേരയുടെ ജെല്ലില്ലേ, ആ അലോവേരയുടെ ജെല്ല് വാങ്ങാം കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഒരു 2-3 സ്പൂണോളം വരുന്ന രീതിയിൽ അലോവേരയുടെ ജെല്ലെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉണ്ടല്ലോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളില്ലേ, അത് നമുക്ക് പൊട്ടിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ നമുക്ക് സ്കിന്നിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ് വൈറ്റമിൻ ഇ. അപ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഫേസിൽ നല്ലൊരു ഒരു ടാനൊക്കെ മാറിയിട്ട് നമുക്കുണ്ടല്ലോ ഈ നല്ലൊരു തിളക്കം കിട്ടും. അപ്പം അതുമാത്രമല്ല, നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹെയറിലാണെങ്കിലും നമുക്ക് സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കും. അപ്പം ഇതിങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും അലോവേരയുടെ ജെല്ലില്ലേ, ഈ അലോവേരയുടെ ജെല്ല് ഞാൻ 1/2 കിലോ വാങ്ങി. ഫസ്റ്റ് ഞാൻ 1 കിലോ വാങ്ങിയിട്ട് പിന്നെ 1/2 കിലോ വാങ്ങിയത് കേട്ടോ. അത് ഒരുപാട് നാളത്തേക്കുണ്ട് നമ്മളിങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ. ഓഫർ പ്രൈസിൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റത്തെ കമൻറ്റിൽ പിൻ ചെയ്തിട്ട് തരാം കേട്ടോ. ആരൊരാൾ ചോദിച്ചേരെ. അപ്പോൾ ഇത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും നമ്മുടെ അലോവേരയുടെ ജെല്ലും കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് കൂട്ടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വൈറ്റ് കളറുള്ള ക്രീമായിട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നല്ല തിക്ക് ക്രീമായിരിക്കും, നല്ല കട്ടി ക്രീം. അപ്പോൾ അത് ഒന്ന് ലൂസാക്കി കൊടുക്കാനായിട്ടും നമുക്ക് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് റോസ് വാട്ടർ നല്ലതാണ്. അപ്പം നല്ലൊരു മണവും കിട്ടും. അപ്പോൾ ഈ റോസ് വാട്ടർ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ഈ ക്രീം ഒന്ന് ലൂസാക്കി ഇടുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഈ ഗ്ലിസറിൻ ഇല്ലേ, ഗ്ലിസറിൻ ഒരു 3-4 തുള്ളി ഒഴിക്കാവുള്ളൂ, ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. അപ്പം 2-3 തുള്ളി ഗ്ലിസറിൻ ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 4 തുള്ളിയോളം വരുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. കാരണം ഒലിവ് ഓയിൽ നമ്മൾ എത്ര പ്രായം ചെന്നാലും സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല, സ്കിന്ന് നല്ല ടൈറ്റായിട്ട് വരും. ഇങ്ങനെ ചില കവളുകൾ ഇങ്ങനെ ഇട്ടില്ല, ഇങ്ങനെ ചാടിക്കിടക്കുന്ന പോലത്തെ കവള്. അപ്പോൾ അങ്ങനെയുള്ള കവളൊക്കെ ഇങ്ങനെ പ്രായം ചെല്ലുന്നതനുസരിച്ചിട്ട് പെട്ടെന്ന് ചുളിവുകൾ വീഴും. അപ്പം നല്ല മുറുക്കം കിട്ടും, സ്കിന്ന് ഗ്ലോ ആവാനൊക്കെ ആയിട്ടും ഒലിവ് ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഈ ക്രീമിലേക്ക് തന്നെ നമുക്ക് ഇത്തിരി ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിതിങ്ങനെ ഫേസിൽ നമ്മൾ സാധാരണ ഓയിലൊക്കെ നമ്മൾ മുഖത്ത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഓയിലി ആയിട്ടിരിക്കത്തില്ലേ, നമ്മളിതിങ്ങനെയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഓയിലി ആയിട്ടിരിക്കത്തില്ല, നല്ല സ്കിന്നിലോട്ടേക്ക് അത് നന്നായിട്ട് അബ്സോർവ് ചെയ്യും, നന്നായിട്ട് ഇങ്ങനെ വലിയും. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരമോ രാത്രി ടൈമിൽ വെയിലത്തേക്ക് പോകാത്തിട്ട് ഇത് തേച്ചിട്ട് നമ്മൾ രാത്രി തേച്ചിട്ട്, അതാ പറഞ്ഞത്, രാത്രി തേച്ചിട്ട് ഫേസിൽ തേച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഫേസിൽ രാത്രി തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക, കുളിക്കുന്നതിന് തൊട്ട് മുൻപും തേക്കാം. ഞാനിത് കൂടുതലും ടൈമിലും തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുന്നതിന് തൊട്ട് മുൻപ്. അപ്പം ഒരു രാവിലെ ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ കുളിക്കുമ്പം ഒരു 10 മിനിറ്റ് മുൻപ് 15 മിനിറ്റ് നേരമൊക്കെ മുൻപ് ഇങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സാധാ സോപ്പിട്ട് കഴുകുന്ന പോലെ തന്നെ കഴുകിക്കളയും. പിന്നെ നല്ല എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്കുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് എപ്പോഴും നല്ല ഒരു ടാനൊക്കെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ ഒരുപാട് നല്ല ഫേസ് പാക്കുകൾ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫേസ് ക്രീം ഉണ്ടാക്കി നോക്കുക, നാച്ചുറലാണ്, സൈഡ് എഫക്റ്റ് ഇല്ല. ഈ ക്രീം ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് 2 മാസം 3 മാസം ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ. അതായത് തേച്ചൊന്നും പോലും തോന്നത്തില്ല കേട്ടോ, വലിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ തേച്ചിട്ട് ഇരിക്കുവാണെങ്കിൽ സ്കിന്ന് നല്ല കൊറിയൻ സ്കിന്ന് പോലെ നല്ല ഒരു ഗ്ലേസിങ് കിട്ടും, ചുളിവുകൾ വീഴത്തില്ല, നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയട്ടോ. ബൈ.